ഈ വീഡിയോന്റെ ആദ്യം തൊട്ട് അവസാനം വരെ ഭയങ്കര ത്രില്ലടിച്ചു പോകും. അത്രയ്ക്ക് ത്രില്ലിംഗ് ആണ് വീഡിയോ. ഫാമിലി ആയിട്ട്, കുട്ടികളായിട്ട്, നമ്മളെ ഭാര്യയായിട്ട്, നമ്മളെ അച്ഛനും അമ്മയ്ക്കായിട്ട് പോകാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. പിന്നെ വയനാട് ചൂരൽമല ഇല്ലേ, അതിൻ്റെയൊക്കെ ഈ നമ്മൾ നിൽക്കുന്നതിൻ്റെ കുറച്ചുകൂടി ടോപ്പിലാണ് വയനാട് ചൂരൽമല. ഇത് ആനക്കാമ്പയിൽ എന്ന സ്ഥലത്താണ്. മഞ്ഞേച്ചിയെ ഇതൊരു റിസോർട്ടാണ്. ആ റിസോർട്ടിന് അടുത്തുള്ള ഒരു സ്പോട്ടാണ്. ആ റിസോർട്ടിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പറയും. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണണം. അപ്പോൾ റിസോർട്ട് എവിടെയാണ്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ കറക്റ്റായിട്ട് പറയും. പിന്നെ നമ്മൾ മക്കളായിട്ട്, നമ്മൾ ഫാമിലിയായിട്ടൊക്കെ ഒന്ന് അടിച്ച് പൊളിക്കാൻ തന്നെ വന്നാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇത് ലാസ്റ്റ് വരെ കാണണം. ഇതിൻ്റെ ഈ മലേൻ്റെ മുകളിലേക്ക്, ടോപ്പിലേക്കൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കയറി പോകാനുള്ള പരിപാടിയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നിങ്ങളും വരണം. നിങ്ങൾക്ക് കാഴ്ചകൾ കാണാൻ, നമുക്ക് ആ മുകളിൽ എന്താന്ന് നമുക്ക് നോക്കാം. അവിടെ ഒരു നിഗൂഢതയുള്ള സ്ഥലമാണ്. ആ നിഗൂഢതയിലേക്ക് നമുക്ക് പോവാം. എന്താ വെച്ചാൽ ഇവിടെ ഞങ്ങൾ കുട്ടികളായിട്ടൊന്നും ഞാൻ പോകില്ല. കുട്ടികളൊക്കെ ഇവിടെ സേഫ് ആക്കിയിട്ട് നമ്മളങ്ങോട്ട് പോകും. ഞാൻ ഒറ്റയ്ക്ക് പോകും. അപ്പോൾ നിൻ്റെ ഒപ്പം പോരി, നമുക്ക് അവിടുത്തെ എന്തൊക്കെയാണ് പാടെന്ന് നമുക്ക് കാണാം. അത് ഇറങ്ങില്ലേ? ഇറങ്ങി ഇറങ്ങി കണക്ക് കാണാൻ ഫോണ് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇതൊന്നും പറയില്ലേ. അവിടെയൊക്കെ നല്ല ആളുണ്ട്. ആ പുളിയുണ്ടോ ഈ ആൾക്കാര് ചാടുകയാണെങ്കിൽ ഞാൻ ചാടും. സർട്ടിഫിക്കറ്റുള്ള ആൾ അങ്ങോട്ട് തന്നെ ഇറങ്ങില്ല. മാറിപ്പോയി.
ഫോണെ പിടിക്കണോ? എന്നാ ഫോൺ പിടിച്ചോ. ഫോൺ വീണായല്ലേ കേ വഴുക്കാണ്. ആദ്യം അവിടെ പോയി നിന്നിട്ട് എടാ എടാ കേറടേ. മീന കിട്ടിയോ? മീന കിട്ടിയോ?
കാണിക്ക് കാണിക്ക് മീനെ കാണിക്കടാ. കാണിച്ച് കാണിക്ക് കാണിക്ക് മീനെ കാണിക്ക്. ഞാൻ പുറത്തേക്ക് കിട്ടോ, അത് കൊല്ലണ്ട. ഇതെങ്ങനെ കയറി, ഇത് കൂടെ കയറി. എടി ഈ കുട്ടിയെ വെച്ചിട്ട് പെട്ടെന്ന് ഇരുന്നോ. വെള്ളത്തിൽ പിടിച്ചോ. അവിടെ പോയി നിന്നേ. അവിടെ കണ്ണിലിട്ടിട്ട് തോന്നിട്ട് അവിടത്തുനിന്ന് സാ എടുക്കാനേ. ഇയാൾ ഫോൺ ശത്രു 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 രാജേട്ടോ രാജേട്ടോ ഞാൻ അപ്പം മച്ചാന്മാരെ അത് അടിപൊളി സ്പോട്ടാട്ടോ. ഏതാ നമ്മൾ വേറെ ഉള്ളിക്കൂടെ സ്ഥലത്തേക്ക് പോകാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുട്ടികളൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. കുട്ടികളെ സേഫായ സ്ഥലത്ത് മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. ഇവിടേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. എൻ്റെ മകളടക്കം പിന്നെ എൻ്റെ വൈഫിൻ്റെ ചേച്ചീൻ്റെ കുട്ടി, അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരൊക്കെ നന്നായിട്ട് സേഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഇത് കുറച്ച് മുകളിലേക്കാണ്. കുട്ടികളൊക്കെ സേഫ് സ്ഥലത്ത് മാത്രം കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പോൾ ഇവിടേക്ക് ആര് വരുന്നുണ്ടെങ്കിലും മുകളിലേക്കൊന്നും കുട്ടികളായിട്ട് അതിസാഹസികമായിട്ട് വരണ്ട. നമുക്ക് കുട്ടികൾ സേഫ് എന്ന് തോന്നുന്ന സ്ഥലത്തേക്ക് മാത്രം കുട്ടികളെ കടത്തിവിടാം. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടി പോയാൽ അങ്ങ് അയ്യോ നല്ല വഴുക്ക്, എൻ്റെ അമ്മോ ഒടുക്കത്തെ വഴുക്ക. നോക്കിയൊക്കെ അവിടെ എന്താ പാടുന്നു. അതിസാഹസികമായ യാത്ര എന്ന് തന്നെ പറയാം. ചെടിയിലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കിളികളും കാല് വെക്കുമ്പോഴത്തിനും
കാല് വൈദ്യുതി പോവുകയാണ്. അടിപൊളി പാറക്കെട്ട്. ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് വീണ് പോയാൽ പിന്നെ തവിടുപൊടിയായി എന്ന് തന്നെ പറയാം. നല്ല വഴുക്ക്, ശുദ്ധമായ വെള്ളം, ഒരു മസ്തിഷ്ക ജ്വരവും ഇതിലുണ്ടാവില്ല. എൻ്റെ അമ്മേ, ഒരു കാടുണ്ട്. കർത്തനെ പാമ്പൊന്നും ഉണ്ടാവില്ലായിരിക്കും. കുറച്ചുകൂടി പോയാൽ നമുക്കൊരു മെയിൻ സ്ഥലത്തേക്ക് എത്താം. എൻ്റെ ഒപ്പം ഒരു ഇവിടെ കുറച്ച് റിസ്ക് കേട്ടോ പറയാൻ കാരണം. പക്ഷെ റിസ്ക് ആണെങ്കിൽ ഈ മരം ഉള്ളതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ്. പാമ്പൊന്നുമില്ല, നോക്കട്ടെ. നല്ല പഴുക്ക്. അയ്യോ, അടച്ചോനെ കാല് കുടുങ്ങി. ഇവിടെ ഒട്ടുക്കത്തെ പഴുക്കാണ് എൻ്റെ പോലെ. വിചാരിച്ച പോലല്ല, കാണുമ്പോൾ സിമ്പിളാണെങ്കിലും കൊണ്ടാട്ടി അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. എൻ്റെ അമ്മോ, അങ്ങനെ ഇവിടെ എത്തി. വിചാരിച്ച പോലെ അത്ര സിമ്പിളല്ല കേട്ടോ. എന്നാലും ബൾക്കാണ്, ബൾക്ക്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ ചെറിയ ചെറിയ കാട്ടുചെടികൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ സ്ഥലം തന്നെ പറയാം. ചാടി, അയ്യോ ഈ വലിയൊരു പാറുണ്ട്. ഈ വലിയ പാറൻ്റെ മുകളിലേക്ക് ഇറങ്ങി നോക്കാം. ഒരു പൊട്ടോ ഇതല്ലേ ഈ ഇതിൻ്റെ ഇത് കണ്ടു നിങ്ങൾ. ഇതിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി ഇതാക്കിയാൽ അവിടെ നിന്ന് ഒരു സാധനം വേണ്ട. ഞാൻ സൂം ചെയ്താൽ കണ്ടാ കണ്ടല്ലേ, വെള്ളം വരണ്ടല്ലേ. അവിടേക്കൊന്നും എത്ര ഇപ്പം നടക്കൂല. എത്തിയല്ലേ, നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടെന്ന് അവിടെ നിന്ന് ഒരുപാട് കൊണ്ട് പോകുന്നു കേട്ടോ. ഇനി അവിടേക്ക് ഇനി പോകുക പറഞ്ഞാൽ വിചാരിച്ച പോലെ അല്ല. ബൈക്കുള്ള ഭയങ്കര വിഷയം. ബൈക്ക് അറിയാൻ നമ്മൾ കാലൊന്ന് വഴുതിയിട്ട് ഒന്ന് അവിടെ ഇടിച്ച് കഴിഞ്ഞാൽ കിളി പറന്നു പോകുന്നു മാത്രമല്ല, ചിലപ്പോൾ കാല് പൊടിഞ്ഞു പോകും. അത്രയ്ക്ക് ഉറപ്പാണ്. ഇത് സൂം ചെയ്ത് തരാം. Zoom out, zoom out. ഇനി ഇതേപോലെ നമുക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോകുമ്പോൾ കുറച്ച് നേരം ഇത് കാണും. ആ വലിയ പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് കയറി വെക്കാം. ഇതാണ് വലിയ പാറക്കെട്ട്. അയ്യോ, അതാ അവിടെ ഉണ്ടെങ്കിൽ ആ ദൂരത്ത് അവിടെ അപ്പുറത്താണ് ഇവർ മറ്റൊരു കളിക്കുന്നത്. നമ്മളവിടെ എത്രയോ കയറിപ്പോന്നു കേട്ടോ, എത്രയോ കയറിപ്പോന്നേ. ഒരു അടിപൊളി സ്പോട്ടാണ്.
നമുക്ക് അവിടേക്ക് എത്ര വലിയൊരു കാര്യം തന്നെയാണ്. ഇവിടെ അട്ട പറഞ്ഞ സാധനമില്ല, അട്ട, അതിൻ്റെ മെയിൻ സ്ഥലമാണ് അട്ടകളുടെ സ്ഥലം. ഇതാണ് ഇങ്ങനെയുള്ള വലിയ വലിയ പാറക്കല്ലാണ് നമ്മൾ ഉരുൾപൊട്ടൽ പറഞ്ഞ് വരുന്ന കാര്യമില്ലേ. നമ്മൾ ഇങ്ങനെയുള്ള നാടുകളിലൊക്കെ ജീവിച്ചാലാണ് നമുക്ക് ഇതിൻ്റെ ഗൗരവം എന്താണോ, ഇതിൻ്റെ ആ ഡേഞ്ചർ സിറ്റുവേഷൻ എന്താ മനസ്സിലാവുള്ളൂ. ഇത്രയും ഇങ്ങനത്തെ വലിയ വലിയ പാറക്കെട്ടുകളാണ് പ്രളയവും ഉരുൾപൊട്ടലൊക്കെ വീഴുക. അപ്പോൾ അത് സംഭവിക്കാത്ത സ്ഥലത്ത് സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ അതൊക്കെ സംഭവിക്കാത്ത മുമ്പക്ക് സ്ഥലത്ത് ജീവിക്കുന്ന മുമ്പക്ക് ഇതൊന്നും ഒന്നുമല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ സ്ഥലത്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത്രയും വലിയ പാറക്കെട്ടൊക്കെ ഒന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാനുള്ള അവസ്ഥ. ഇത്രയും നല്ല സ്ഥലത്ത് കൊണ്ട് ദുരന്തം പറയല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കില്ലേ. പക്ഷെ ഞാൻ പറയുകയാണ്, ഇത് കാണുമ്പോഴേ നമ്മൾ ലൊക്കേഷനൊക്കെ നോക്കിയപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മളെ വയനാട് ദുരന്തം ചൂരൽമലയൊക്കെ ഇതിൻ്റെ ഏകദേശം അടുത്തായിട്ട് വരിക. ചൂരൽമല ഇതിൻ്റെ കുറച്ച് ടോപ്പിലേക്കായിട്ടാണ് ചൂരൽമലയൊക്കെ വരിക. അപ്പോൾ അങ്ങനെ ഓർത്തപ്പോൾ ഞാൻ പറയാണ് ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാളൊരു അവസ്ഥ. അപ്പം വീണതുകൊണ്ടാണ് പറയണത്. അപ്പം നല്ല കാണുമ്പോൾ സൗന്ദര്യമുള്ള സംഭവമാണ്, നല്ല മനോഹരമാണ്, നല്ല വൈബാണ് ഒക്കെ ആണെങ്കിലും ഇവിടേക്ക് വരുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. ഞാൻ വളരെയധികം സൂക്ഷിച്ചായിട്ടാണ് നടന്നത്. ഇവിടെ കുഴപ്പമില്ല എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടേക്ക് വന്നത്. അല്ലാതെ ഇവിടെ ചോദിക്കാണ്ട് വന്നതല്ല, നമ്മൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നോക്കണം, വഴുക്കുണ്ടാവും, പിന്നെ ഒഴുക്കിൽ പെടരുത് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് വലിയ ഒഴുക്കില്ല, അതുകൊണ്ടാണ് നമ്മൾ ധൈര്യത്തിൽ ഇതിലൂടെ വന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ സാഹസികത്തിന് നിൽക്കൂല. ഏകദേശം നമ്മൾ തിരിച്ചു പോന്ന്. ഇനിയും അങ്ങോട്ട് ഒരുപാട് പോകാണ്ട്, പക്ഷേ ഇനിയും അങ്ങോട്ട് ഒരുപാട് പോയാൽ പണി പാളും. ഇതിൻ്റെ മുകളിലേക്കൊരു ഡ്രൈവിംഗ് സ്ഥലമുണ്ട്. ഗംഭീരാട്ടോ. കൊച്ചോക്കിയാ കുഞ്ഞിനെ കാണിച്ച ടാർസിനെ പോലെ നമുക്ക് ആറിനേക്ക് താറില്ലേ അല്ലേ, ഇങ്ങനെ ആടാം. അയ്യോ വേരുകൾ, ഈ വേരുകളുണ്ട് സത്യം പറഞ്ഞാൽ നല്ല സുഖമാണ്. പാമ്പിനെ മാത്രം നോക്കിയാൽ മതി, നമുക്ക് പിടിക്കാനൊരു സംഭവം. നല്ല ഉറപ്പുള്ള വേരുകളാണ്, അതുകൊണ്ട് നല്ല ധൈര്യത്തിൽ നമുക്കിങ്ങനെ ഇറങ്ങാം. പക്ഷേ മരത്തിലുണ്ടാവണം വിഷമുള്ള ജീവികളെ മാത്രം, ജന്തു ജീവജാലങ്ങളെ മാത്രം നോക്കുക. കണ്ടോ ആടിക്കളിക്കും, നല്ല ഉറപ്പുണ്ടാവും. മെയിനായിട്ട് പാറ വഴുക്കൂല, സേഫാണ്. അത് വിചാരിച്ചിട്ട് ഉണങ്ങി ചുള്ളിക്കൊമ്പ് പോയിട്ട് പിടിച്ച് നിൽക്കണ്ട, നേരെ പാറേൻ്റെ മുകളിലേക്ക് വീണിട്ട് സുഡാഫിയാവും. പാറക്കെട്ടിൻ്റെ ഉള്ളിലൂടെ വരുമോ സുഡാഫിക്കു എൻ്റെ മുകളിലേക്ക് എന്തുവാ, ഒന്ന് സൂം ചെയ്ത് കാണിച്ചരാം. എന്തുവാ
ഈ പാറ കണ്ടില്ലേ, ഇതേപോലെയാണ് ഇവിടുത്തെ പാറ കേട്ടോ. അജാതി വഴുക്ക, കാല് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ലിപ്പായിട്ട് നമ്മൾ അമേരിക്ക എത്തി പോകും. അത്ര സ്പീഡിലാണ് വീണ് പോവുക. അയ്യോ എൻ്റെ അമ്മേ. എന്തൊക്കെയോ പറയുന്നുണ്ട്.